ബാക്കി ഭാഗം എഴുത്തച്ഛൻ പറയുന്നത് ഉണ്ടായൊരിണ്ടൽ ബധ മിണ്ടാവതല്ല മമ. അതായത് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇതിനെ നമ്മൾ പഞ്ചക്ലേശങ്ങൾ എന്ന് പറയും. പഞ്ചം 5, ക്ലേശം ദുഃഖം. ഇത് പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ പഞ്ചക്ലേശങ്ങൾ നമ്മൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ദുഃഖമാണ് ഈ 5 എണ്ണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിദ്യ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിദ്യയിൽ നിന്നാണ് ഈ പ്രപഞ്ചം എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അവിദ്യയിൽ നിന്ന്, അതായത് പ്രപഞ്ചം എന്താണെന്നും അതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നും കാരണം എന്താണെന്നൊന്നും അറിയാത്തതിനെയാണ് നമ്മൾ, ആ അറിവില്ലായ്മയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ എന്നുള്ള ഭാവം വരുന്നു. ഞാൻ 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 അങ്ങനത്തെ ഒരു ഭാവം വരും. ആ ഞാൻ അഹങ്കാരമായി മാറും. ഈ അഹങ്കാരം, ഞാനെന്നുള്ള ഈ ഭാവത്തെയാണ് അസ്മിത എന്ന് പറയുന്നത്. ഈ അസ്മിത അങ്ങോട്ട് മൂർച്ഛിച്ച് വരുമ്പോൾ ഞാനെന്ന ഭാവത്തിന് ശക്തി കൂടും. ശക്തി കൂടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഞാൻ എന്ന വ്യക്തിക്ക് ചിലതിനോടൊക്കെ ഇഷ്ടം തോന്നും, വേറെ ചിലതിനോടൊക്കെ ദേഷ്യം തോന്നും. ആ ചിലതിനോട് തോന്നുന്ന ഇഷ്ടത്തെയാണ് നമ്മൾ രാഗം എന്ന് പറയുന്നത്. അതായത് അനുരാഗം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇഷ്ടം തോന്നുക ചിലതിനോട് മാത്രം. കാരണം ഞാൻ എന്തോ വലിയ സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സംഭവമായി മാറി. ചിലതിനോടൊന്നും ഇഷ്ടമല്ല, അതിന് ദ്വേഷം എന്ന് പറയും. അപ്പോൾ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, ഈ പറഞ്ഞതെല്ലാം കൂടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലതിനോട് ഇഷ്ടം തോന്നുന്നു, ചിലതിനോട് ഇഷ്ടക്കേട് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് മരണഭയം ഉണ്ടാവും. കാരണം ഇഷ്ടമുള്ളതൊക്കെ, ആഗ്രഹിക്കുന്നതൊക്കെ നടത്തി ജീവിച്ചു പോകണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ മരണഭയം ഉണ്ടാകും. ഈ മരണഭയത്തിൽ നിന്ന് അഭിനിവേശം ഉണ്ടാകുന്നത്. അപ്പോൾ പഞ്ചക്ലേശങ്ങളുമായി അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താ? അടക്കാനാവാത്ത ആഗ്രഹം, ജീവിക്കണം എന്നുള്ളൊരാഗ്രഹമല്ലേ. നമ്മളാരെങ്കിലും നമുക്ക് ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടന്നു, ഇനി എനിക്ക് മരിച്ചു കളയാൻ നമ്മളാരും ചിന്തിക്കുന്നില്ല. എല്ലാം അപ്രതീക്ഷിതമായിട്ടാണ് മരണം വരുന്നത് തന്നെ. അപ്പോൾ അതിനെയാണ് അഭിനിവേശം, ജീവിക്കാനുള്ള ത്വര, അല്ലെങ്കിൽ മരണഭയത്തെ അഭിനിവേശം എന്ന് പറയും. ഇനിയും ഒരുപാട് നാൾ ജീവിച്ചിരിക്കണം എന്നാണ് നമ്മൾ അങ്ങേയറ്റം അവസാന ശ്വാസം വരെയും പോകാനായാലും നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ പറഞ്ഞ പഞ്ചക്ലേശങ്ങളുടെ ഭാഗമായിട്ട് ഇതെല്ലാം ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്തത് പിന്നാലെ വരികയാണ് ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇതിൽ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുമ്പോൾ ജനനം, മരണം, ജര, വ്യാധി, ഇതാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. അത് ഫിസിക്കൽ ബോഡി, അതായത് നമ്മുടെ സ്ഥൂല ശരീരത്തിനുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ജനനം, മരണം, ജര, വ്യാധി. ജര എന്ന് പറഞ്ഞാൽ ജരാനരകൾ ബാധിക്കുക, വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ബാധിക്കുക. പിന്നെ ജനനം, മരണം നമുക്ക് എന്താണെന്നറിയാം. ഇതെല്ലാം നമ്മുടെ ഈ കാണുന്ന ശരീരത്തിനാണ് സംഭവിക്കുന്നത്. ഇനി ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്? കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം. കാമം ഉണ്ടാകുന്നു, ക്രോധം വരുന്നു, ലോഭം, നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. മതം വരിക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് തകർത്ത് തിമിർത്ത് ജീവിക്കുക എന്ന് പറയില്ലേ, അർമാദിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ എന്താണ്? മാത്സര്യം വരികയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളെക്കാളും കൂടുതൽ എനിക്ക് വേണം, അല്ലെങ്കിൽ അതിലും വലിയ സംഭവമായി ഞാൻ മാറണം, അത് അപ്പുറത്തുള്ള ആൾക്കുള്ളത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണം. ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ വരികയാണ് അവിടെ. ഇതിനെയാണ് നമ്മൾ ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐറ്റം എന്താണ്? വെള്ളപ്പൊക്കം, അഗ്നി ബാധ, അതുപോലെ കൊടുങ്കാറ്റ്, ഉരുൾപൊട്ടൽ. അങ്ങനെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറേ സംഭവങ്ങൾ കൂടിയുണ്ട് ഇല്ല. ഇതിനൊന്നും നമുക്ക് ഇത്രയും നാളായിട്ടും ഒരു സൊല്യൂഷനും കണ്ടെത്താൻ പറ്റിയിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും സൊല്യൂഷൻസ് അല്ലാതെ പ്രകൃതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഇതിനെയാണ് നമ്മൾ ആദിഭൗതിക ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. ഈ ആദിഭൗതിക ദുഃഖങ്ങളിൽ തന്നെ പിന്നീട് വരുന്നത് ആദി ദൈവിക ദുഃഖങ്ങളാണ്. കാരണം മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ഉണ്ടാക്കുന്ന ഇതെല്ലാം ഒരൊറ്റ കാറ്റഗറിയിൽ പെടും. ആദി ഭൗതികവും ആദി ദൈവികവും ശരിക്കും ഒരേ ഇതിൽ തന്നെ വരുന്നത്, പേര് രണ്ടാണെങ്കിലും. കാരണം മനുഷ്യന്മാർ തമ്മിൽ കൊല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശത്രുതയില്ലാത്ത ഒരാളെ ഒരു സുപ്രഭാതത്തിൽ കൊന്നേക്കാം, എന്നാൽ അയാളൊന്ന് കൊന്നേക്കാം എന്ന് വിചാരിച്ചിട്ടൊരാളും ഞാൻ അങ്ങനെ കൊല്ലുന്നില്ല ഒരാളെ, അല്ലെങ്കിൽ ചെയ്യുന്നില്ല. ഇതെല്ലാം മനുഷ്യൻ്റെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ വരുന്നതാണ് ഈ പറഞ്ഞ മനുഷ്യൻ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിദ്യ എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം കാരണം ഇക്കാണാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി. ഈ പറഞ്ഞ 5 ദുഃഖങ്ങൾ വേറെ ഉണ്ടായി. അതിൻ്റെ പിന്നാലെ വണ്ടിയും പിടിച്ചും കൊണ്ട് വേറെ 3 ദുഃഖങ്ങൾ വന്നു. ഇനി ഇതിലെല്ലാത്തിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ദുഃഖങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചിട്ട് വേറൊരു ദുഃഖം നമുക്ക് വരും. അതാണ് ഒരിക്കലും
മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിരന്തരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഃഖം. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഞാൻ മരിക്കുമോ, അതെന്താവും ഇതെന്താവും, എനിക്ക് അങ്ങനെ ജീവിക്കണം, ഇതെല്ലാം കൂടി കലങ്ങി മറിഞ്ഞിട്ടുള്ളൊരു ദുഃഖം വേറെ വരും. ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ അവിദ്യ, അറിവില്ലായ്മയിൽ നിന്ന് മാത്രമാണ് ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭഗവാനോട് എഴുത്തച്ഛൻ ചോദിക്കുന്നതാണ്, ഈ കാണുന്നതെല്ലാം അവിദ്യയിൽ നിന്നുണ്ടായതാണല്ലോ, അവിദ്യ കാരണം ഉണ്ടായതാണല്ലോ ഭഗവാനെ, ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് ഉണ്ടായൊരു ഇണ്ടൽബധം ഉണ്ടാവതല്ല, അത് പറയാൻ പറ്റണെന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഇതിങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാൻ പറ്റണ്ടേ? അതാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ ഒരു വാക്കിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്.